യെസ്, അപ്പോൾ നിയമസഭാ കവാടത്തിലേക്ക് അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുന്നു. യെസ്, അതിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വളരെ നേരത്തെ തന്നെ നിയമസഭയിലേക്ക് എത്തുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. സാധാരണഗതിയിൽ 8:50 വീട്ടിൽ നിന്ന് മന്ത്രിമാരൊക്കെ ഇറങ്ങാറ്. വളരെ പെട്ടെന്ന് നിയമസഭയിലേക്ക് വരുന്നു, പിന്നീട് നേരെ ബജറ്റ് അവതരണത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് രീതി. അതിലും വി.ഡി. സതീശൻ അല്പം വ്യത്യസ്തത പാലിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി എന്നുള്ളത് കൂടിയാണ്. അദ്ദേഹം നിയമസഭയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ അദ്ദേഹത്തിന് സ്വീകരിക്കാനായി എല്ലാവരും തയ്യാറായി നിൽക്കുന്നതൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. എന്തായാലും വലിയ പ്രതീക്ഷകളുണ്ട്. അതേസമയം തന്നെ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക ധവളപത്രം മുൻപിൽ വച്ചിരുന്നതിന് ശേഷമുള്ള ഒരു ബജറ്റ് കൂടിയാണ്. കേന്ദ്ര വിഹിതം അധികമൊന്നും പ്രതീക്ഷിക്കാത്ത വർഷം എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ചോദ്യങ്ങൾ കൂടിയുണ്ട്. കൂടുതൽ നികുതിയേതര വരുമാനം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരമാണ് അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്നത് എന്നുകൂടിയാണ്. എന്തായാലും വലിയ സന്തോഷവാനായിട്ടാണ് മുഖ്യമന്ത്രി ഇന്ന് കാണപ്പെട്ടത്. വളരെ പ്ലസന്റ് ആയ ഒരു ശരീരഭാഷയായിരുന്നു രാവിലെ അദ്ദേഹത്തിനൊപ്പം മുഹമ്മദ് ഷിയാസ് അടക്കമുള്ള ആളുകൾ ഒക്കെയുണ്ട്. ഒപ്പം തന്നെ ധനകാര്യ സെക്രട്ടറി ഉണ്ട്. എല്ലാവരും ചേർന്ന് അദ്ദേഹത്തിനെ നിയമസഭയിലേക്ക് ആനയിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം നിയമസഭയിലേക്ക് കടക്കുന്നു. അദ്ദേഹം നേരത്തെ തന്നെ എത്തിയിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. യെസ്, അപ്പോൾ നിയമസഭയ്ക്ക് മുന്നിൽ നിന്ന് രജീഷ് നരിക്കുനി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. രജീഷ്, ഇപ്പോൾ വളരെ നേരത്തെയാണ് മുഖ്യമന്ത്രി നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ വെച്ച് അദ്ദേഹം മറ്റാരെങ്കിലും കാണുകയോ എന്തെങ്കിലും ചർച്ചകളൊക്കെ ഉണ്ടോ? ഇല്ല, അദ്ദേഹം എത്തി ഇവിടെ നിന്നും നേരെ സ്പീക്കറുടെ ലിഫ്റ്റ് വഴി നേരെ നിയമസഭയിലേക്കാണ് പോയിട്ടുള്ളത്. നമുക്കറിയാം, ഏറെ പ്രതീക്ഷയോടെ കേരളം കാത്തിരിക്കുന്ന ഒരു ബജറ്റാണെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ നിന്നും മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല, നേരത്തെ പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. എന്നാലും ഒരു പുഞ്ചിരിയോട് കൂടി തന്നെയാണ് നിയമസഭ കവാടത്തിലും അദ്ദേഹം വന്നിറങ്ങിയത്. അവിടെ നിന്നും നേരെ ഇവിടെ നിന്നും അകത്തേക്ക് പോയിരിക്കുകയാണ്. അകത്തേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. അങ്ങനെ കേരളത്തിന്റെ പുതിയ ബജറ്റിൽ എന്തൊക്കെയായിരിക്കും വി.ഡി. സതീശൻ സർക്കാരിലെ ആദ്യ ബജറ്റാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ്. നേരത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ പല കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായും പ്രിയദർശിനി യാത്ര, അത് ഇതിനോടകം തന്നെ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു. മറ്റ് പദ്ധതികൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയായിരിക്കും അത് നടപ്പിലാക്കുക എന്നാണ് അറിയേണ്ടത്. എന്തായാലും ആ ബജറ്റ്, പ്രതീക്ഷയാർന്ന ആ ബജറ്റിലേക്ക് കടക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. കൃത്യം 8:38 കൂടിയാണ് മുഖ്യമന്ത്രി നിയമസഭയിലേക്ക് എത്തിയത്. ഇപ്പോൾ ബജറ്റ് അവതരിപ്പിക്കാനുള്ള നടപടികളിലേക്ക് കൃത്യം 9 മണിക്ക് തന്നെ കടക്കും. ഇനി 20 മിനിറ്റ് സമയം ബാക്കിയുണ്ട്. ആ സമയത്തിനൊക്കെ 20 മിനിറ്റോടുകൂടി തന്നെ കൃത്യം 9 മണിക്ക് തന്നെ നിയമസഭയിൽ ബജറ്റ് അവതരണം ആരംഭിക്കും. നേരത്തെ സ്പീക്കറും ഒപ്പം തന്നെ ഡെപ്യൂട്ടി സ്പീക്കറും എത്തിയിരുന്നു. അതിനുശേഷമാണ് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയോടെ തന്നെ കേരളം കാത്തിരിക്കുന്ന ഒരു ബജറ്റാണ് ഇപ്പോൾ വി.ഡി. സതീശൻ സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്നത്. കേരളത്തിന്റെ മൂന്നാമത്തെ മുഖ്യമന്ത്രിയായി ബജറ്റ് അവതരിപ്പിക്കുന്ന ഒരാളെന്ന ഒരു കാര്യം കൂടി ഈ ബജറ്റിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇതിനു മുമ്പ് തൊട്ട് മുമ്പ് ഉമ്മൻചാണ്ടിയും അതിനു മുമ്പ് മറ്റു രണ്ടുപേരുമായിരുന്നു ഇത്തരത്തിൽ ബജറ്റ് അവതരിപ്പിച്ചിരുന്നത്. ഇത് മൂന്നാമത്തെ മറ്റൊരാൾ കൂടിയായിരുന്നു. അങ്ങനെ മൂന്നാമത്തെ ആളാണ് ഈ ബജറ്റ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. എന്നാലും കൃത്യം 9 മണിക്ക് തന്നെ ബജറ്റ് അവതരണം ആരംഭിക്കും.